ഇപ്പോൾ അമേരിക്ക ലോക പോലീസായിട്ട് നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്താമെന്നുള്ള ഒരു നയത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറയുന്നതൊക്കെ തന്നെ എല്ലാവരും അംഗീകരിക്കണം, അതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതല്ലാതെ എന്തെങ്കിലും നടപടി സ്വീകരിച്ച കടുത്ത ഉപരോധം, അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ പിഴ ചുമത്തുക, താരിഫ് വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിലൂടെ തന്നെ ട്രംപ് ഇപ്പോൾ ചെയ്യുന്നത് ബ്രിക്സിനെ കൂടുതൽ ബലപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ? പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ബ്രസീൽ തന്നെ തീരുമാനിച്ചിരിക്കുന്നു അമേരിക്കയുമായി ഇനി സംസാരിക്കേണ്ട, ട്രംപുമായിട്ട് ഒരു കാരണവശാലും സംസാരിക്കേണ്ട കാര്യമില്ല. ചൈനയോട് സംസാരിക്കാം, പുടിനോട് സംസാരിക്കാം, മോദിയോട് സംസാരിക്കാം. അതായത് ബ്രിക്സ് കൂടുതൽ ബലപ്പെടാൻ ഉള്ളൊരു ചാലകശക്തിയായി ട്രംപ് ഇതിലൂടെ മാറുകയില്ലേ? ബ്രിക്സ് ബലപ്പെടും. ബ്രിക്സ് ബലപ്പെട്ടാൽ ഡോളർ താഴെ പോകും. ഇതാണ് ട്രംപിൻ്റെ പേടി. ട്രംപ് വാഗ്ദാനം ചെയ്തത് എന്താണ്? അമേരിക്ക ഫസ്റ്റ്, ഡോളർ ഫസ്റ്റ്, നമ്മുടെ മാർക്കറ്റ് ഫസ്റ്റ്, നമ്മുടെ ആളുകൾ ഫസ്റ്റ്. പക്ഷേ അത് തകർന്ന് തരിപ്പണമാകാൻ പോവുകയാണ്. അതിൻ്റെ ലക്ഷണമാണ് ട്രംപിൻ്റെ ഈ വെപ്രാളത്തിന് കാരണം. ഇപ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രിക്സിനെ വീണ്ടും കൂടുതൽ മുകളിലേക്ക് കൊണ്ടുവന്ന് അമേരിക്കൻ ഡോളർ കൂപ്പ് കുത്തി ഏറ്റവും അവസാനം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അമേരിക്കയെ തള്ളിവിടാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുകയാണോ ഒരു തരത്തിൽ? അമേരിക്കയ്ക്ക് ഇപ്പോൾ ട്രംപ് മാത്രമല്ലല്ലോ അമേരിക്കയിൽ ഇതിന് വേണ്ട ബുദ്ധിജീവികളൊക്കെ ഉണ്ട്. ഇതിന് തടസ്സങ്ങളൊക്കെ മാറ്റാനും ഇത് ഓരോന്നും ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ ഈ ട്രംപിൻ്റെ നിലവെള്ളം ചവിട്ടാത്ത പരിപാടികൾ കാണുമ്പോൾ അവരും അന്തം വിട്ടു പോവുകയാണ്. അവിടുത്തെ എക്കണോമിസ്റ്റുകൾ, അവിടുത്തെ സ്ട്രാറ്റജിസ്റ്റുകൾ എല്ലാം അന്തം വിടുകയാണ്. ഇത് ഇങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? അവിടെയും പ്രശ്നമാണ് ഇദ്ദേഹം. ലോകത്തിന് പ്രശ്നമെന്ന് പറഞ്ഞ പോലെ സ്വന്തം രാജ്യത്ത് അതിനേക്കാൾ പ്രശ്നമാണ് ട്രംപ്. അത് പലരും മൂടി വയ്ക്കുകയാണ്. ട്രംപിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഒരുവിധം അറിയാവുന്നത് നരേന്ദ്രമോദിക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ പോലും കയ്യിൽ നിൽക്കാത്ത അവസ്ഥയിലാണ് ഇദ്ദേഹം പോകുന്നത്. എന്നിട്ടും അദ്ദേഹം നയതന്ത്രത്തിൽ കൂടെയാണ് കൊണ്ടുവന്നത്. കൂടുതൽ ഉടക്കാതെ 29 പ്രാവശ്യം ഞാനാണ് പാകിസ്ഥാനുമായിട്ട് സന്ധി ഉണ്ടാക്കി ഇന്ത്യയെ രക്ഷിച്ചതെന്ന് പറഞ്ഞിട്ടും നമ്മൾ മിണ്ടാത്തത് എന്തുകൊണ്ടാണ്? ഈ ശല്യം എന്തോ പറഞ്ഞുകൊണ്ട് പോട്ടെ, നമ്മൾ പറയാനുള്ളത് പറഞ്ഞു. നമ്മുടെ ആരും സപ്പോർട്ടിന് വന്നിട്ടില്ല, നമ്മുടെ ആരും പറഞ്ഞത് കേട്ടിട്ടില്ല, ലോകത്തെ ആരും ഞങ്ങൾക്ക് ഒരു ശുപാർശയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടും നമ്മുടെ ഇവിടുത്തെ പ്രതിപക്ഷം സമ്മതിക്കുന്നില്ല. പക്ഷേ ബാക്കിയുള്ളവർക്കൊക്കെ ഇത് കാര്യം മനസ്സിലായി, ട്രംപിൻ്റെ ഒരു കളി നടക്കില്ല എന്ന്. അപ്പം എന്നിട്ടും പിണക്കാതെ കൊണ്ടുപോകുന്നത് എന്തിനെന്ന് വെച്ചാൽ, ഇപ്പം തന്നെ നമ്മൾ അമേരിക്ക യുറേനിയം റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടെന്ന് പറയുന്നു, രാസവളം വാങ്ങിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അത് പറയാനും അദ്ദേഹത്തിന് നാണമില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുമ്പം ആ രാഷ്ട്രത്തിൽ നടക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തത് സംഭവിക്കാം. പക്ഷേ ആരും അങ്ങനെ പറയില്ല. അത് വളരെ തന്മയത്വമായിട്ട് പ്രസൻറ്റ് അതുപോലും അദ്ദേഹത്തിന് മടിയില്ല. അതെനിക്കറിയില്ല, ഞാൻ നോക്കണമെന്ന് പറയും. അപ്പോൾ ഇതാണ് ട്രംപിൻ്റെ നയം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്നാംകിട കച്ചവടക്കാരൻ്റെ വാതുവെപ്പാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു, അങ്ങനെ കച്ചവടത്തിലൂടെ കാശുണ്ടാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. കോങ്ങയ്ക്ക് പിടിക്കുക, നീ തന്നില്ലെങ്കിൽ ഞാൻ നിൻ്റെ നിന്ന് ഏത് വിധത്തിനും മേടിക്കും. പക്ഷെ അത് ഇന്ത്യയോട് ഇപ്പം നടക്കില്ല. പണ്ട് നടക്കുമായിരുന്നു. പണ്ട് മൻമോഹൻ സിംഗിനെയൊക്കെ ഇഷ്ടം പോലെ വരട്ടിയിട്ടുണ്ട്. നമ്മൾ മുംബൈ ആക്രമണം നടന്നപ്പോൾ തിരിച്ചടിക്കാത്തത് അമേരിക്ക വാൺ ചെയ്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പം അന്നതൊക്കെ നടക്കും, ഇന്നത് നടക്കില്ല. ഇന്ന് അത്തരത്തിലുള്ള ഒരു ഭീഷണിയും നടക്കില്ല. അതിനായിട്ട് ഒരുപാട് വേലകൾ കാണിക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ ബോർഡറിൽ ചെറിയ വെടിവെപ്പ് നടന്നെന്ന് പറയുന്നു. നമ്മുടെ സൈന്യം അതിനോട് യോജിച്ചിട്ടില്ലെങ്കിലും അതിനോട് മറുപടിയൊന്നും തന്നിട്ടില്ലെങ്കിലും സൈന്യം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ എന്നാലും എന്തൊക്കെയോ അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ട്രംപിൻ്റെയും കൂടെയൊക്കെയുള്ള പ്രോത്സാഹനം കൊണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ പാകിസ്ഥാൻ ഇങ്ങനെയുള്ള ധൈര്യങ്ങളൊക്കെ വരുന്നത് തീർച്ചയായിട്ടും അമേരിക്ക ഇത്തരത്തിലുള്ള ഭീഷണികൾ പല വിധത്തിൽ നമ്മളോട് നടത്തുന്നു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഇന്ത്യയുടെ ഏറ്റവും വലിയ വികസനത്തിൻ്റെ നട്ടലിലാണ് ഇപ്പോൾ ട്രംപ് കയറി പിടിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് 25% വരെ വില കുറച്ചാണ് നമ്മൾ ലോകത്തെ എവിടെ നിന്ന് കിട്ടുന്നതിനേക്കാൾ 20%. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എത്രയോ കോടിയുടെ വ്യാപാരമാണ് നടത്തുന്നത് ഈ പെട്രോളിയത്തിൽ മാത്രം. നമുക്ക് 150 കോടിയോളം ജനങ്ങളുണ്ട്. ഈ ജനങ്ങൾ ഉപയോഗിക്കുന്ന പെട്രോൾ, നമ്മുടെ മറ്റ് എനർജി സോഴ്സുകളായിട്ട് ഉപയോഗിക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഇതെല്ലാം ഈ വഴിയിലൂടെ നമുക്കുണ്ട്. അപ്പം നമ്മുടെ ഏതാണ്ട് 75% ഇപ്പം നമ്മൾ അവിടെ നിന്ന് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ലാഭം നമ്മൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന്, നമ്മുടെ സാഗരമാല പദ്ധതികൾ, പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്, നമ്മുടെ ചൈന അടക്കമുള്ള ബോർഡറുകളിലെ ഹൈവേകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഇന്ത്യ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ട്രെയിൻ പദ്ധതി, നമ്മൾ ഏറ്റവും കൂടിയ ബ്രിഡ്ജ് ഇപ്പോൾ ഉദ്ഘാടനം ഇതിൻ്റെയൊക്കെ പണം എവിടെ നിന്നാണ്? ഈ പണം മുഴുവൻ ഈ തീരുവയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ലാഭത്തിന് പെട്രോൾ വാങ്ങിക്കുന്നു, അതിനേക്കാൾ ലാഭത്തിന് ഇത് പ്യൂരിഫൈ ചെയ്ത് പെട്രോളിയം ഉൽപ്പന്നം വാങ്ങിക്കുന്നു, മറ്റ് രാഷ്ട്രങ്ങൾക്ക് വിൽക്കുന്നു. ശരിക്കും നമ്മളൊരു ഒപെക് കൺട്രി പോലെ നമ്മളിപ്പം ആക്ട് ചെയ്യാണ്. അപ്പം ട്രംപിനറിയാം ഇത് നമ്മുടെ നട്ടൽ പൊളിക്കുന്ന സംഗതിയാണ്. കാരണം 2030 3 രാഷ്ട്രങ്ങൾ പ്രധാനമായിട്ട് ലോകശക്തിയാകുമെന്നാണ് പറയുന്നത്. അതിലൊന്ന് ചൈനയാണ്,
ഒന്ന് അമേരിക്കയാണ്, ഒന്ന് ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യ മൂന്നാമത് വരുമോ നാലാമത് വരുമോ എന്നാണ്, മൂന്നാമത് വരുമോ രണ്ടാമത് വരുമോ എന്ന് അവർക്ക് പേടി. നമ്മളെങ്ങാനും രണ്ടാമത് ഒന്നാമത് ചൈനയാണെന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് ചൈനയോട് അവർക്കുള്ള എതിർപ്പ്. ഇനി വേറൊരു ശക്തി വരുന്നുണ്ട്, ബ്രസീൽ. അതെ, ഉറങ്ങിക്കിടക്കുന്ന സിംഹം എന്നാണ് പറയുന്നത്. കാരണം അവരുടെ ഭൂമിക്കടിയിലെ ധാതു സമ്പത്ത് അത്രയ്ക്ക് വലുതാണ്. അവരിതുവരെ എക്സ്കവേറ്റ് ചെയ്യാത്ത ഒരുപാട് ധാതുക്കൾ അവിടെ ഉണ്ട്. അഗ്രികൾച്ചർ ഒരുപാടുണ്ട്, ലാൻഡുണ്ട്, ഫലപുഷ്ടമായ ഒരുപാട് സൗകര്യങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ അത് വരാൻ പോകുന്ന വേറൊരു ശക്തിയാണ്. അപ്പോൾ അതാണ് ബ്രസീലിനെ എതിർക്കുന്നത്. ഇന്ത്യ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്, അതാണ് ഇന്ത്യ എതിർക്കുന്നത്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിനും പേടിയതാണ്. ഇപ്പം നിൽക്കുന്ന ജർമ്മനി നാളെ താഴെ പോയി ഇന്ത്യ വന്നാൽ അതെ അത് വരും. അതിൻ്റെ അടുത്ത സ്റ്റേജിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. 2030 അത് വരും. 2029 ഇലക്ഷന് നിൽക്കുമ്പോൾ ഞങ്ങൾ മൂന്നാമത്തെ ലോകശക്തിയായി GDP-യിൽ എന്ന് പറയാനായിട്ടാണ് നരേന്ദ്രമോദി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ തകർക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ ഉദ്ദേശം, അതിനെ തകർക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെ ഉദ്ദേശം. ഈ ഉദ്ദേശങ്ങൾ തമ്മിൽ ഒത്തുപോകണം എന്നുള്ളതാണ് ട്രംപിൻ്റെ മുദ്രാവാക്യവും. അതുകൊണ്ടാണ് ട്രംപ് ഡെഡ് എക്കോണമി എന്ന് പറയുമ്പം ഇവിടുത്തെ പാർലമെൻറ്റിനകത്ത് ചിലരൊക്കെ ഡെഡ് എക്കോണമി എന്ന് 3 പ്രാവശ്യം വിളിച്ച് പറയുന്നത്. പണ്ട് ചിലരുണ്ടല്ലോ ഈ മാർഗ്ഗം കൂടിയ ക്രിസ്ത്യാനിക്ക് വീര്യം കൂടുമെന്ന് പറയും. ഒരാൾ ഈശോ മിശിഹാ എന്ന് സാധാരണ ക്രിസ്ത്യാനി പറയും. അപ്പോൾ മാർഗ്ഗം കൂടിയവൻ 3 പ്രാവശ്യം വിളിക്കും, ഈശോ ഈശോ ഈശോ, നെഞ്ചത്തെ കടി വിളിക്കും. അതിൻ്റെ കാരണം എന്താണ്? എങ്കിലേ ഇവന് പേര് പ്രശസ്തിയും കിട്ടുകയുള്ളൂ. അപ്പോൾ അതേപോലെയാണ് നമ്മുടെ പ്രതിപക്ഷം പോലും ഇവിടെ പെരുമാറുന്നത്. ഇതിൻ്റെ കാരണം ഇന്ത്യ വളരെ വലിയൊരു പാതയിലാണ്, വികസനത്തിൻ്റെ പാതയിൽ, അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ പാതയിലൊക്കെ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. രാഷ്ട്രത്തെ ഏതാണ്ടൊരു നല്ല ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ ഡീറെയിൽ ചെയ്തില്ലെങ്കിൽ വിദേശ ശക്തികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവർ 47 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ വിചാരിച്ചത് 2 ആപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് അപ്പുറവും ഇപ്പുറവും 2 പാകിസ്ഥാൻ, കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവർ അത് രണ്ടും മുസ്ലിമാണ്, ഇതിനകത്ത് കിടക്കുന്നത് ഹിന്ദു. ഇവർ അപ്പുറവും ഇപ്പുറവും 2 കരണക്കുറ്റിക്ക് ഇവരടിക്കും, നടുക്ക് കിടന്ന് ഇവൻ അടികൊള്ളും. അങ്ങനെ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയും സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയും ഇതിനകത്ത് നമുക്ക് കളിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാം. അതുകൊണ്ടാണ് നെഹ്റു കാശ്മീർ പ്രശ്നം UN കൊണ്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇന്ന് വരെ പരിഹരിച്ചിട്ടില്ല. UN അന്ന് VK കൃഷ്ണമേനോൻ പറഞ്ഞു, ലോക മണ്ടത്തരമാണ് കാണിക്കുന്നത്, ഇത് കൊണ്ടുവന്ന് UN ഇട്ട് കൊടുക്കരുത്, നമുക്ക് 10 ആർമിയെ വെച്ചിട്ട് ഇവന്മാരെ ഓടിക്കാന്നുള്ള, ഇവന്മാർ ചുമ്മാ കാടന്മാരെ കൂട്ട് കയറി കാശ്മീർ പിടിച്ചതല്ലേ, നമുക്കൊരു ചെറിയ സെറ്റപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവന്മാരെ ഇപ്പോൾ തകർക്കാം എന്ന് പറഞ്ഞതാണ്. ഇന്ത്യൻ ആർമി പറഞ്ഞതാണ്, നമുക്ക് നിസ്സാരമായിട്ട് ശരിയാക്കാം, നമുക്ക് ആർമി കൊണ്ട് തന്നെ അവരെ കൈകാര്യം ചെയ്യാം, ഓടിക്കാമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ POK അവരുടെ കയ്യിലായി. നമ്മളിപ്പോഴും അത് വെച്ച് അനുഭവിക്കുകയാണ്, അവരെ വെച്ച് അനുഭവിക്കുകയാണ്, നമ്മളതിൻ്റെ വേദനയെ അനുഭവിക്കുകയാണ്. POKയിൽ മുഴുവൻ തീവ്രവാദികളാണ്, തീവ്രവാദ കേന്ദ്രങ്ങളാണ്. ഇപ്പം നമുക്ക് അതടിക്കാനേ നേരമുള്ളൂ. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മളെ അവർ ഇറുക്കിക്കൊണ്ടിരിക്കുകയാണ്. യൂറോപ്പായാലും ബ്രിട്ടനായാലും, ബ്രിട്ടൻ ഇപ്പോൾ കുറച്ച് മതിയായി, കാരണം ലോകത്തെ വലിയ കൊമ്പത്തിരുന്നിട്ട് ഇപ്പം താഴ്ന്ന് ഗതികെട്ടു. അതുകൊണ്ടാണ് നമ്മളോട് ഫ്രീ ട്രേഡിന് വന്നിരിക്കുന്നത്. അത് തന്നെ ട്രംപിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിച്ച അതാണ്. കാരണം നമ്മൾ ബ്രിട്ടനിൽ കയറി, ഇനി നാളെ നമ്മൾ യൂറോപ്യൻ യൂണിയനും കൂടെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് USA തള്ളാം. ഇപ്പോൾ USA തള്ളാൻ പറ്റില്ല, കാരണം നമുക്ക് ആ ട്രേഡ് ശക്തി എന്നുള്ള നിലയിൽ നിൽക്കുന്നത് കൊണ്ട് USA പൂർണ്ണമായിട്ടും നമുക്ക് തള്ളാൻ പറ്റില്ല. പക്ഷേ US-ന് നമ്മളെയും തള്ളാൻ പറ്റില്ല. കാരണം ലോകത്തെ നമ്പർ 1 മാർക്കറ്റ് നമ്മളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് നമ്മളാണ്, ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ നമ്മളാണ്, ഏറ്റവും കൂടുതൽ ഉൽപ്പാദകരും നമ്മളാണ്. അതേസമയം ചൈന അങ്ങനെയല്ല. ചൈന അവർക്ക് ഇഷ്ടമുള്ളതേ വാങ്ങിക്കുകയുള്ളൂ, ഇഷ്ടമില്ലാത്തതല്ല പുറത്തു കൊടുക്കും. കോവിഡ് വേണേലും പുറത്തു കൊടുക്കും, അവർക്ക് എന്തൊക്കെ വേണ്ടാത്തതുണ്ടോ അതെല്ലാം പുറത്തേക്ക് കൊടുക്കും, വേണ്ടതെല്ലാം അവർ അകത്തേക്ക് വയ്ക്കും. ഇപ്പം പാകിസ്ഥാന് കൊടുത്തറിഞ്ഞില്ലേ ആയുധങ്ങൾ, സമയത്ത് ഉപയോഗിക്കാത്ത, നമ്മൾ ചില പന്നക്കടയിൽ നിന്ന് പടക്കം വാങ്ങിക്കുന്ന പോലെയാണ്, സമയത്തിട്ട് കൊളുത്തുമ്പോൾ കത്തില്ല. ഇതാണ് പാകിസ്ഥാന് പറ്റിയ അവസ്ഥ. ഇതേപോലുള്ള അബദ്ധങ്ങൾ ചൈന ഇങ്ങനെ ഓരോരുത്തരത്ത് ചെയ്ത് പറ്റിച്ചുകൊണ്ടിരിക്കും. ഒന്നുകിൽ ധാതുക്കൾ അടിച്ചു മാറ്റാനായിട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇതുപോലെ യുദ്ധ ഉപകരണങ്ങൾ കൊടുത്തിട്ട് ചെയ്യും. പക്ഷേ ഇന്ത്യക്ക് ഇപ്പോൾ യുദ്ധ ഉപകരണങ്ങൾ വാങ്ങിക്കാനായിട്ട് ക്യൂ നിൽക്കുകയാണ് ആളുകൾ. അതെ, പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾ പലതും വന്നു, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളും നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും നമ്മുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ നമ്മുടെ ആർമിയെയും ഒക്കെ ഉൾപ്പെടെയുള്ളവരെ ചോദിക്കുന്ന കാലം വന്നിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട് വളരെ വിരളി പോണ്ട ട്രംപിന് ഇത്തരം തരികിട പദ്ധതികൾ നടപ്പിലാക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സത്യം. ഒരു തരത്തിൽ ട്രംപിനൊരു മാനസിക വിഭ്രാന്തിയാണെന്ന് കൂടി പറയാം. പ്രത്യേകിച്ച് മറ്റൊരു കോണ്ടെക്സ്റ്റ് കൂടി പറയാം. അതായത് ഇന്നെന്ന് പറയുമ്പോൾ ഏറെ പ്രത്യേകത നിറഞ്ഞ ഒരു ദിവസമാണ്. 80 വർഷം പിന്നിട്ടിരിക്കുന്നത് ഹിരോഷിമ. അത് അമേരിക്ക 1.5 ലക്ഷം ആളുകളെ കൊന്നൊടുക്കിയതിന്
യാതൊരു വിധത്തിലുള്ള പശ്ചാത്താപം ഇന്നുവരെ ഇല്ല. പക്ഷേ റഷ്യ ഉക്രൈൻ നരഹത്യക്ക് ഇന്ത്യ കൂട്ടുനിൽക്കുന്നു എന്നുള്ള ആരോപണമാണ്. എന്ത് വിരോധാഭാസമാണ്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, യുദ്ധം അവസാനിപ്പിക്കുക പറഞ്ഞ ട്രംപ് എല്ലായിടത്തും യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. ഇന്ന് അണുവായുധ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ അന്തർവാഹിനി അണുവായുധ ശേഖരമുള്ള അന്തർവാഹിനി അങ്ങോട്ട് റഷ്യയിലേക്ക് അയക്കുമ്പം റഷ്യയുടെ കയ്യിലിരിക്കുന്ന 6000-ഓളം വരുന്ന അണുവായുധങ്ങൾ, ലോകത്തെ വലിയ ശക്തിയാണ് റഷ്യ ഇപ്പോഴും ആ കാര്യത്തിൽ, ആയുധങ്ങളുടെ കാര്യത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്, നമ്മൾ അവരുടെ നിന്ന് പെട്രോൾ ഇറക്കുമതി ചെയ്യരുത്, നമ്മൾ അവരുടെ നിന്ന് ആയുധം ഇറക്കുമതി ചെയ്യരുത്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? സൈനിക ശക്തി ആവരുത്, സാമ്പത്തിക ശക്തി ആവരുത്. ഇത് തന്നെയാണ് ഉദ്ദേശം. പക്ഷേ ഇവിടുത്തെ പല ആൾക്കാർക്കും ഇത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്, ഇന്ത്യയിലെ പലർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും അറിയാം, ഈ കളിയിൽ വീണാൽ നമ്മൾ വീണുപോകും. നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് മാത്രമല്ല, നമ്മൾ ചിലപ്പോൾ 4-ാമതെന്നുള്ളത് 5-ഓ 6-ഓ 7-ഓ ഒക്കെ ആയിട്ട് പുറകോട്ട് പോകും ഈ പോളിസി മാറ്റിക്കഴിഞ്ഞാൽ. അതായത് ഇപ്പം നമ്മൾ ലാഭത്തിന് പെട്രോൾ വാങ്ങിച്ച് അത് അതിലാഭത്തിന് വിൽക്കുന്ന ഈ സൗകര്യം, ഇതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. സാമ്പത്തികമായും ആയുധപരമായും ഒക്കെ പിടിച്ചു നിൽക്കുന്നത് അതുകൊണ്ടാണ്. ഇതിൽ നിന്ന് പുറകോട്ട് പോകാൻ ട്രംപ് എത്ര കിണഞ്ഞ് ശ്രമിച്ചാലും നരേന്ദ്രമോദി സമ്മതിക്കില്ല. ചില നയതന്ത്രങ്ങളിലൂടെയും മറ്റു പരിപാടികളിലൂടെ, ഇപ്പോൾ നമ്മൾ അജിത് ഡോവലിനെ അങ്ങോട്ട് അയച്ചില്ലേ, ഇതുപോലെ അദ്ദേഹം ഒന്ന് വരട്ടുമ്പോൾ വേറൊരു വേല നമ്മൾ കാണിക്കും. ഇത് കഴിഞ്ഞ് ബ്രസീലിൽ പോവും, ബ്രസീലിൽ പോയി അവിടെ ഒരു നടത്തും, മെക്സിക്കോയിൽ പോവും, ലാറ്റിൻ അമേരിക്കയിലെ പെറുവിൽ പോവും, എന്നിട്ട് അവിടെയൊക്കെ വ്യാപാര കരാറുകൾ ഉണ്ടാക്കും. 140 ബില്യൺ ഡോളറാണ് അവരുടെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് പറയുന്നത്. ഈ 2028-ൽ നമ്മൾ പിന്നെ ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങളുമായിട്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് $100. $100 ബില്യൺ ഡോളറാണ്. അപ്പം അത് കുറച്ചുകൂടെ സ്പീഡിലാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ ആ പ്രഷർ ചെറിയ പ്രശ്നങ്ങൾ നമുക്കുണ്ടാക്കും. അതുപോലെ ചില പ്രശ്നങ്ങൾ ഡോളറിനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അമേരിക്കയ്ക്കും വരാൻ ചാൻസ് ഉണ്ട്. സാർ, ഇനി അവസാനത്തേതായി ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അന്ത്യം എന്തായിരിക്കും? ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു ക്രൈസിസ് ആണോ? ഇന്ത്യയെ സംബന്ധിച്ച് ക്രൈസിസ് ആണ്. കാരണം വെച്ചാൽ ഒരു വലിയ പവറല്ലേ, ലോകത്തെ ഏറ്റവും വലിയ പവർ നമ്മളോട് വാതുവെക്കാൻ വരുന്നത്. അപ്പം അമേരിക്കൻ പ്രസിഡന്റിന് അപാരമായ പവറാണ് അമേരിക്കയിലുള്ളത്. അദ്ദേഹം വിഡ്ഢിത്തരം പറഞ്ഞാലും അത് അവിടെ അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയാണുള്ളത്. അപ്പം വലിയ ശക്തിയാണ് അവർക്ക് തീർച്ചയായിട്ടും നമ്മളെ പലതിലും ഇറുക്കാൻ സാധിക്കും. പക്ഷേ എന്നിട്ടും നമ്മൾ തലയുയർത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ വിദേശ ബന്ധങ്ങൾ കൊണ്ടാണ്. നമ്മളിപ്പം വേറൊരു അച്ചുതന്നെ ഉണ്ടാക്കാനുള്ള ശ്രമമല്ലേ. ബ്രിക് എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമ്മൾ റഷ്യയും ചൈനയും ഇന്ത്യയും പിന്നെ ബ്രസീലും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരു വലിയ ലോകശക്തിയാണ്. നമ്മൾ പറയുന്നിടത്ത് കാര്യങ്ങൾ നിന്നിരിക്കും. അപ്പോൾ അത് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഇവരുടെ കറൻസി വന്നു കഴിഞ്ഞാൽ ഡോളർ ടപ്പേം താഴെ പോകും. ഇവരുമായിട്ട് ആശയവിനിമയം പിന്നെ ഇത്രയും 4 രാജ്യങ്ങൾ ചേർന്ന ഏതാണ്ട് എല്ലാ ലോകത്തെ വ്യാപാരങ്ങൾ നടത്താനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് ആയുധശക്തിയുണ്ട്. റഷ്യ, ഇന്ത്യയും ചൈന എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ പവറായിരിക്കും. ബ്രസീൽ, ഞാൻ പറഞ്ഞില്ലേ, ബ്രസീൽ വിചാരിക്കുന്ന ഒരു പവറല്ല, ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണ്. അതിനെ തട്ടിയുണർത്താനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനും ഗുണം കിട്ടും, അവർക്കും ഗുണം കിട്ടും. നമ്മുടെ എല്ലാ ഡീലും അങ്ങനെയാണ്. തനിക്കും ഗുണം, എനിക്കും ഗുണം. അതുകൊണ്ടാണ് നമുക്ക് പലയിടത്തും പെട്ടെന്ന് കയറി ട്രേഡ് എഗ്രിമെൻറ്റ്, ഇപ്പം തന്നെ ബ്രിട്ടനുമായിട്ട് ട്രേഡ് എഗ്രിമെൻറ്റ് നമുക്ക് ഉണ്ടാകാൻ കാര്യം അതാണ്. തകർന്നിരിക്കുന്ന ബ്രിട്ടനാണ്. ആ ബ്രിട്ടനോട് പറഞ്ഞു, ഫ്രീ ട്രേഡ്, ഞങ്ങളുടെ സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നു, അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നു, നിങ്ങൾക്കും അതുപോലെ ചില കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ ചിലതിന് ഞങ്ങൾ സീലിംഗ് വയ്ക്കും. അപ്പം നമ്മൾ വളരെ ആലോചിച്ചാണ് ചെയ്യുന്നത്. ബ്രിട്ടനിൽ നിന്ന് കാർ ഇറക്കുന്നെങ്കിൽ ഇത്ര നമ്പറേ ഇറക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടുത്തെ ടാറ്റ കമ്പനിയും ഇവിടുത്തെ മറ്റ് കാർ കമ്പനികളും പൂട്ടുന്ന വിധത്തിൽ ചെയ്യത്തില്ല. ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം വളരെ കണക്ക് കൂട്ടിയാണ് ഇപ്പോൾ ഇന്ത്യ സർക്കാർ നീങ്ങുന്നത്. അത് തികച്ചും നമുക്ക് ഗുണകരമായിട്ടേ വരികയുള്ളൂ. ട്രംപിൻ്റെ ഈ വെപ്രാളങ്ങൾ അധികം താമസിയാതെ അമേരിക്കയിലെ തന്നെ സെക്കൻഡ് ലെവൽ അഡ്മിനിസ്ട്രേഷൻ അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിച്ചില്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ ദോഷം വരും. ഇന്ത്യക്കും കുറച്ച് ദോഷമൊക്കെ വരും. പക്ഷേ ഇന്ത്യ മുന്നോട്ട് തന്നെ പോകും.